ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെൽത്തി അടയാണ്. നമ്മൾ ഡയബറ്റിക് ഉള്ളവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽത്ത് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു അടയാണ് കാണിക്കാൻ പോകുന്നത്. റാഗി അടയാണ്, പക്ഷേ അതിൽ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിക്കുക. ഇത് ഒരു അരക്കപ്പ് റാഗി എടുത്തിട്ടുണ്ട്, അരക്കപ്പ് തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പിടി ചീരയിലാണ്. നമ്മുടെ മുറ്റത്തൊക്കെ എപ്പോഴും ഉണ്ടാവില്ല പച്ചച്ചീര, അപ്പോൾ ഒരു പിടി ചീരയിലാണ്. പിന്നെ വേണ്ടത് നമ്മൾ ജീരകം, നല്ല ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചിയ സീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇതിൽ മധുരമിട്ട് കഴിക്കാനായിട്ട് പറ്റാത്ത ആൾക്കാരാണല്ലോ ഹെൽത്ത് നോക്കുന്നവർ, അതുകൊണ്ട് മധുരം ഞാനിതിൽ പറഞ്ഞിട്ടില്ല. ഇനി മധുരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് തേങ്ങയിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഇഷ്ടമുള്ളത് ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഈ ചീരയെല്ലാം അരിഞ്ഞു കൊണ്ടുവരാം. നമ്മൾ ഈ ചീരല ഒരു പിടി തന്നെ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല, ഒരു പിടിയേ ഉള്ളൂ ശരിക്കും. ആ ഒരു പിടി ചീരല നമ്മൾ നന്നായി കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ഒരു ചീനിച്ചട്ടിയിലിട്ടിട്ട് പതുക്കെ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുന്നതിന് മുമ്പ് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് വാട്ടിയാൽ ഈ ഇലയിലൊക്കെ നല്ലപോലെ ഉപ്പ് പിടിക്കും. അപ്പോൾ ഒരു വാട്ടി വന്നിട്ടുണ്ട്. ഞാനൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ വാട്ടുമ്പോൾ. വാട്ടി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ ഇത് നമ്മൾ ഇനി റാഗിപ്പൊടി ഇടുക. ഇനി നമ്മൾ ഈ റാഗിപ്പൊടി ഇതിലേക്ക് ഇടുക, ചൂടുള്ള ഇല വാട്ടിയിലേക്ക്. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കഷ്ടി ഒഴിക്കേണ്ടി വരും. തിളച്ച വെള്ളം കേട്ടോ, നല്ല പോലെ തിളച്ച വെള്ളം വേണം. അല്ലെങ്കിൽ റാഗി കൊണ്ട് എന്തുണ്ടാക്കണം, നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ബലമായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടി ഇതിലിടണം. അതോടുകൂടി ഈ ജീരകം, പിന്നെ ഉപ്പ്, പിന്നെ ചിയ സീഡ്സ്, ഇതെല്ലാം ഇട്ടിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസായിട്ട് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഗോതമ്പ് പൊടി ചേർക്കേണ്ടതാണ്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് മതി ഗോതമ്പ് പൊടി ചേർക്കൽ. കാരണം ഇപ്പോൾ ഇതിൽ ചിയ സീഡ്സ് ഇട്ടിട്ടുണ്ട്. ചിയ സീഡ്സിന് നന്നായിട്ടൊന്ന് കുതിരാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റ്. ഇനി നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടി ചേർക്കാം. സാധാരണ അട കുഴക്കുന്ന പോലെ ഗോതമ്പ് പൊടി ചേർക്കുമ്പം വെള്ളത്തിന് ചൂട് വേണമെന്നില്ല. അത് നേരത്തെ തന്നെ ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റാഗി കൊണ്ട് മാത്രം ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടി ആകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഒന്നും കൂടി നല്ല മയമൊക്കെ കിട്ടും അടയ്ക്ക്. അതുകൊണ്ടാണ് നല്ലപോലെ ഞാനിത് ഇലയിൽ ഈ ഇടയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. മധുരമുള്ള അട വേണമെങ്കിൽ ഇതിനകത്ത് മധുരം ഇടാം, മധുരം ചേർക്കാം കേട്ടോ. മധുരമുള്ളത് ഡയബറ്റിക്കാർക്ക് ശരിയല്ല, അതുകൊണ്ട് മധുരം ഇടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, അരക്കപ്പ് റാഗിയും അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൊണ്ട് 4 അട, നല്ല വലിയ അട ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പുഴുങ്ങി. അപ്പോൾ അടകളെല്ലാം ഞാൻ ആവി കയറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് അടയാണ് കേട്ടോ, റാഗിയാണല്ലോ, റാഗിയുടെ നിറം ബ്ലാക്ക് ആയിരിക്കുമല്ലോ വേകുമ്പോൾ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഡയബറ്റിക്കാർക്കും ഹെൽത്ത് നോക്കുന്നവർക്കും വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും എല്ലാം നല്ലോണം ഫൈബർ അടങ്ങിയിട്ടുള്ള
അടയാണ്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക, ചെയ്ത് നോക്കുക. ഒരു തവണ റാഗി വെച്ച് എന്തുണ്ടാക്കും എന്നുള്ള കുറേ പേർക്ക് ചിന്തയുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇനി റാഗി വെച്ചുള്ള വിഭവങ്ങൾ വേറെയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയും കാണാം. ഓക്കെ, ബൈ.